ഹായ് ഞാൻ ജിഷു. നമുക്കിന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ കഴിയുന്ന സൂപ്പർ ടേസ്റ്റി റവ ലഡു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റവ ലഡു കണ്ടില്ലേ, ഇതാണ് സൂപ്പർ ടേസ്റ്റി റവ ലഡു. അപ്പോൾ ആ റവ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യിൽ നമ്മളുടെ മുന്തിരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്ത് വരുമ്പോൾ അതാ ഈ പരുവത്തിലാവണം. ഇതാണ് അതിൻ്റെ പാകം. പിന്നെ നമ്മൾ റവ നന്നായിട്ടൊന്ന് വറുക്കുക. വറുത്ത് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി. നന്നായിട്ട് വറുത്ത് വരുമ്പോൾ നമുക്കത് വാങ്ങി വയ്ക്കാം. പിന്നെ നമ്മളുടെ ശർക്കരപ്പാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 3 അച്ച് ശർക്കര, കുറച്ച് നെയ്യ്, കുറച്ച് വെള്ളം. നൂൽപ്പരുവത്തിലൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കുറുകി നന്നായിട്ടൊരു ശർക്കരപ്പാവായിട്ട് വന്നാൽ മതി. നമ്മളുടെ ഒരു കളർ, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നെയ്യ് ഇടുന്നത്. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മളിങ്ങനെ കട്ട പിടിച്ചു പോകില്ലേ ശർക്കരപ്പാവ്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ശർക്കരപ്പാവ് റെഡിയാക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ റവ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള റവയാണ്. പിന്നെ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. അരമുറി നാളികേരെങ്കിലും മിനിമം ഇടുക. അതൊരു കൂടിയാലും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് ഒന്നും കൂടി കൂടും. പിന്നെ നമ്മളുടെ മുന്തിരി ഒന്ന് വറുത്ത് വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൽ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ള് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ കലവറയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കുറച്ചൊക്കെ എള്ളം അങ്ങോട്ട് കടന്നോട്ടെ, കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ, അല്ലാതെ വെറുതെ കൊടുത്താലൊന്നും അവർ കഴിക്കില്ലല്ലോ. പിന്നെ അതിലേക്ക് ശർക്കരപ്പാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ നമ്മൾക്ക് ഒന്നിങ്ങനെ എടുത്ത് നോക്കിയാൽ മതി, ഏകദേശം മധുരമായി എന്ന് തോന്നി അവിടെ നിർത്തുക. മധുരം ഇട്ടിട്ട് കൽപ്പിക്കണ്ട. വല്ലാണ്ട് നമ്മൾ ഈ ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങളിലൊക്കെ അധികം മധുരമായി കഴിഞ്ഞാൽ അത് വേവൽ കുറച്ച് പതുക്കിയാവും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ എല്ലാം കൂടി മിക്സാക്കി, പിന്നെ നമ്മൾക്ക് ശർക്കര ഓക്കെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഈ പരുവത്തിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പം ഞാനങ്ങനെ ഓരോന്ന് ഉരുട്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റവ ലഡുവിൻ്റെ നമ്മുടെ റവ ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയുമോ? നമ്മുടെ ഗോതമ്പ് തരിതരികളായിട്ട് പൊടിച്ചിട്ടാണ് റവ ഉണ്ടാക്കുന്നത്. അത് എത്ര ആൾക്കറിയാം? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്തേ അത് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ റവ ലഡുവിനുള്ള ഉണ്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മളുടെ ഇഡ്ഡലി തട്ടിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മളുടെ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് അത്യാവശ്യം വെള്ളം ഇരുന്നോട്ടെ കേട്ടോ, തട്ടിൻ്റെ മുകളിലേക്ക് കയറണ്ട. എന്നിട്ട് നമ്മൾ തട്ടിറക്കി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി, പെട്ടെന്ന് വേവ് കിട്ടോ. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും വേവിച്ചാൽ നമ്മുടെ റവ ലഡു റെഡിയായി കിട്ടും. അപ്പം അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ റവ ലഡു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് നമ്മുടെ റവ ലഡു റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൊളസ്ട്രോൾ ഉള്ളവർക്കും പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് എണ്ണയൊന്നും ഇല്ലാത്തൊരു പലഹാരമല്ലേ. അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ബൈ.